ഇന്ത്യയിൽ ദുരന്തർ സിനിമയാണ് ചർച്ചാ വിഷയം. ഇന്ത്യയുടെ പാകിസ്ഥാനെ തകർത്ത ഓപ്പറേഷൻ. ഇതിനിടെ ആ സിനിമയിലെ പ്രചോദന കഥാപാത്രമായ അജിത് ഡോവൽ തിരുവനന്തപുരത്തെത്തി അതീവ രഹസ്യമായി മടങ്ങി. കേരള പോലീസ് പോലും അറിഞ്ഞില്ലെന്നാണ് സൂചനകൾ. പിണറായിയുടെ പോലീസിനെ പോലും അറിയിക്കാതെ വന്ന ഡോവൽ കന്യാകുമാരിയിലും പോയെന്നാണ് സൂചന. ISROയുടെ കഴിഞ്ഞ 2 ഉപഗ്രഹ വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് രഹസ്യ സന്ദർശനം നടത്തുകയായിരുന്നു. ജനുവരി അവസാന വാരത്തിൽ ISRO ആസ്ഥാനത്തെത്തിയ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി 6ഓളം സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം പരാജയപ്പെട്ടതിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി അന്വേഷിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഒരു യൂട്യൂബ് ചാനലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ശത്രുക്കളുടെ നീക്കങ്ങൾ 500 കിലോമീറ്റർ അകലെ നിന്നുപോലും തിരിച്ചറിയാൻ ശേഷിയുള്ള അന്വേഷ എന്ന സുരക്ഷാ ഉപഗ്രഹമാണ് കഴിഞ്ഞ ജനുവരി 12 നടന്ന PSLV വിക്ഷേപണത്തിൽ പരാജയപ്പെട്ടത്. 2025 മെയ് മാസത്തിലും സമാനമായ രീതിയിൽ വിക്ഷേപണ പരാജയം സംഭവിച്ചിരുന്നു. സാധാരണഗതിയിൽ 95% വിജയശതമാനമുള്ള ISROയ്ക്ക് സുരക്ഷാ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിൽ മാത്രം തുടർച്ചയായി പരാജയം സംഭവിക്കുന്നത് ഗൗരവകരമായാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. വിദേശ ശക്തികളുടെയോ ചൈനീസ് ഹാക്കർമാരുടെയോ അട്ടിമറി ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഡോവലിന്റെ സന്ദർശനത്തിൽ ISRO സ്ഥിരീകരണമൊന്നും നൽകുന്നില്ല. സാങ്കേതിക വിദഗ്ധരുമായാണ് അജിത് ഡോവൽ തിരുവനന്തപുരത്തെത്തിയത്. ISROയിലെ ഫെയിലർ അനാലിസിസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയതിന് പിന്നാലെയാണ് ഡോവലിന്റെ ഈ മിന്നൽ സന്ദർശനം. അതീവ രഹസ്യമായിട്ടായിരുന്നു ഡോവലിന്റെ കേരള സന്ദർശനം. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതെന്നതിന്റെ ഏക സൂചന ലഭിച്ചതെന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോവലും രാജീവ് ചന്ദ്രശേഖറും ഒരു വിമാനത്തിൽ യാത്ര ചെയ്ത ഫോട്ടോ പുറത്തു വന്നിരുന്നു. ജനുവരി 22-നായിരുന്നു ഈ പോസ്റ്റ്. അങ്ങനെ വന്നാൽ ഈ സമയത്താവണം ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയത് എന്ന് വേണം അനുമാനിക്കാൻ.